നിതിൻ ഹാപ്പി വിഷുവൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണെങ്കിലും നമ്മൾ ഈ വിഷുവിൻ്റെ കുളിരൊക്കെ രാവിലെ ഉള്ളൂ. ഉച്ചയാവുന്നതോടുകൂടി അതൊക്കെ മാറുകയാണ്. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പുറത്തിറങ്ങുമ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. കോട്ടയത്തെ പൊതുവെ താപനില എങ്ങനെയാണ്? എന്താണ് നിർദ്ദേശങ്ങളൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും വിഷുദിനാശംസകൾ നേരുകയാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഷു ആണെങ്കിലും ചൂടിന് യാതൊരു വിധമായിട്ടുള്ള കുറവുമില്ല. ഇപ്പോൾ പാലക്കാടൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കോട്ടയത്ത് പറഞ്ഞിരിക്കുന്നത് ഈ 18-ാം തീയതി വരെ 37 ഡിഗ്രി സെൽഷ്യസ് വരെ കോട്ടയത്ത് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ളത് ഈ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു അല്ലെങ്കിൽ പാലക്കാട് ചൂട് കൂടുന്നു എന്നൊക്കെയാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മറ്റ് ജില്ലകളും എത്തുന്നു എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമാണ്. അതുപോലെ തന്നെ ആളുകളൊക്കെ പുറത്തിറങ്ങാതിരിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം നഗരത്തിലാണ്. KSRTC സ്റ്റാൻഡ് കാണാം. ഒട്ടനവധി KSRTC ബസ്സുകൾ വരുന്നുണ്ട്. ഈ ബസ്സുകളിലൊക്കെ തന്നെ സാധാരണക്കാരായ ആളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന വാഹനമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. ഈ ഓട്ടോറിക്ഷയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് AC ഒന്നും ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. മറ്റ് കാറുകളിലോ അല്ലെങ്കിൽ ചെറു കാറുകളിലാണെങ്കിൽ പോലും AC കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, ചൂടിനെ അകറ്റാം എന്ന് പറയാം. പക്ഷേ ഇത്തരത്തിലുള്ള ഓട്ടോറിക്ഷകളിൽ അതൊന്നും സാധിക്കില്ല. ഈ ആളുകൾ വരുന്നത് കാത്ത് ഇവിടെ കിടക്കുന്ന ഓട്ടോ ചേട്ടന്മാരോട് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂട്. ഇന്നിപ്പോ വിഷുവായിട്ട് രാവിലെ ഓട്ടോ ഓടാൻ വന്നേക്കല്ലേ? ഓട്ടോ ഓടാൻ നമ്മുടെ ജീവിതമാർഗമല്ല. വിഷു ആണെന്ന് നമ്മൾ വീട്ടിലിരുന്ന കാര്യങ്ങൾ നടക്കുമല്ല, അത് കാരണം രാവിലെ വന്നു. ഈ ചൂട് സമയത്ത് ഈ ഓട്ടോയിൽ ഇങ്ങനെ വന്നിരിക്കുമ്പം എന്തൊക്കെയാ നമ്മൾ മുൻകരുതൽ എന്തൊക്കെയാ എടുക്കുന്നത്? വെള്ളം കുടിക്കലും കാര്യങ്ങളും? നമുക്ക് കാലം വെള്ളം കൊണ്ടുവരും, വേറെ മുൻകരുതലൊന്നുമില്ല. നമ്മുടെ വണ്ടി ഒന്നുമില്ല. ചിലത് വെക്കുന്നവരുണ്ട്, നമ്മുടെ വണ്ടിയിൽ അതൊന്നുമില്ല. ഒരു ചെറിയ കാറ് വല്ലതും ആണെങ്കിൽ നമുക്ക് AC ഒക്കെ വെക്കാം. പക്ഷേ നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് കഴിയുന്നതാണ്. ഓട്ടോറിക്ഷ തന്നെ വേണ്ടേ, കാറ് പറ്റത്തില്ല. അപ്പം അതാണ് പറഞ്ഞതുപോലെ ഈ നമുക്കറിയാം ഈ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സാധാരണക്കാരുടെ വാഹനം എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു AC കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റത്തില്ല. ചൂടിനെ നമുക്ക് അകറ്റാൻ പറ്റില്ല. നമുക്ക് വേറെയും ചേട്ടന്മാരുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടല്ലേ, ഒരു രക്ഷയില്ല. അതായത് 11 മണി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ വണ്ടിയായിട്ട് കിടക്കാൻ പറ്റില്ല, ആ രീതിയിലാണ്. ഇന്ന് വിഷു ആണെങ്കിലും നമുക്ക് ഓടാതിരിക്കാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ല. വിഷു ആണെന്ന് നമുക്ക് നോക്കാം, നമ്മൾ ഓടണം. കൂടിയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ ബസ്സിലൊക്കെ വന്നിറങ്ങുന്ന ആളുകൾ ഓട്ടോയിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും ചൂടാണ്. വെള്ളമൊക്കെ കരുതുന്നുണ്ടോ വണ്ടിയിൽ? വെള്ളമുണ്ട്, വണ്ടിയിലുണ്ട്. വണ്ടി സ്റ്റോക്കുണ്ട് വെള്ളം. അതേ നമുക്ക് സാധിക്കുള്ളൂ. ഇതേപോലെ ചെറിയ കുപ്പികളിലൊക്കെ വെള്ളം സൂക്ഷിക്കുക, പിന്നെ കൂടുതൽ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നടക്കുക. ഇവിടെ കൂടുതൽ ചേട്ടന്മാരുണ്ട്. ചേട്ടാ, ചൂട് എങ്ങനെയുണ്ട്? ചൂട് കാരണം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കുക. ഭയങ്കര ചൂടാണ്. ഒരു രക്ഷ. ഈ പാലക്കാടൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് വരുന്നു എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ജില്ലയിലോട്ടൊക്കെ വരുമ്പം ഇത്രയും ചൂട് കൂടുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് ഇത്രയും ചൂട് അനുഭവപ്പെടുന്നത് ഈ വർഷം. ചൂടിന് ഒരു കുറവില്ല. രാത്രിയും പകലും ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ എങ്ങനെയുണ്ട്? ഉറക്കെ ഉണ്ടെങ്കിലല്ലേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. വല്ലപ്പോഴും മയങ്ങി ഫാനിടുമ്പോൾ ചൂട് അതിശക്തമായി കൂടിക്കൊണ്ടിരിക്കും. ഉറങ്ങാതൊക്കെ കിടന്നിട്ട് രാവിലെ വന്നിട്ട് വീണ്ടും നമുക്ക് ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഈ വണ്ടി ഉരുട്ടണമല്ലേ? പിന്നെ ഉരുട്ടാതിരിക്കാൻ പറ്റുമോ? ഇതല്ലേ നമ്മുടെ ജീവിതമാർഗം. ആ ചൂടും വെയിലും മഴയൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് കിടക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത്തവണ ചൂട് ഭയങ്കര. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? ചൂട് ഒരു രക്ഷയില്ല. ഇത് കണ്ടില്ലേ, ഗ്ലൗസ് കേട്ടിരിക്കുക. അതുപോലെ ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടി ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോഴേ കറക്റ്റ് ഈ ചൂട് നമ്മുടെ കൈക്കിട്ട് അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് തൊലിയൊക്കെ പൊളിയുന്ന പോലെ. പിന്നെ വൈകിട്ടത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കാൻ നമുക്ക് പറ്റത്തില്ല, കിടന്നുറങ്ങാൻ പറ്റത്തില്ല, വണ്ടി ഓടിക്കാൻ പറ്റും. വണ്ടിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് പോലും രാത്രി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, ആ അവസ്ഥയാണ്. ഇപ്പോൾ ഈ കണ്ടതുപോലെ ഇതേപോലുള്ള മുൻകരുതലുകളൊക്കെ എടുക്കണം. കയ്യിൽ ചൂടടിക്കാതിരിക്കാനുള്ള സുരക്ഷ, അതുപോലെ തന്നെ വെള്ളം കരുതുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തായാലും ചൂട് അത് കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. 18-ാം തീയതി വരെ 37 ഡിഗ്രി സെൽഷ്യസ് കോട്ടയത്ത് എത്തും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ ഓക്കെ ഇവിടേക്ക് വരുമ്പോൾ ഈ തണലിന് വേണ്ടിയിട്ട് ഇവര് മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലൊരു ടാങ്ക് സ്ഥാപിച്ച് അതിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു പർപ്പസ് എന്താണെന്ന് നമുക്ക് ചോദിച്ചു. ഇതിന്റെ ഒരു പർപ്പസ് ശരിക്കും നിങ്ങൾ കാണുന്നത് എന്താ? ഇതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നടന്നു പോകുന്നവർക്ക് ഒത്തിരി പേര് നമ്മളിവിടെ കുറേ നേരം ക്ഷീണിച്ച് വന്നിരിക്കുന്ന യാത്രക്കാരൊന്നും ഇവിടെ നിൽക്കാറുണ്ട്. ഇതിൻ്റെ നല്ല പച്ചപ്പ് വയ്ക്കും, നല്ല രീതിയിലുള്ള പച്ചപ്പ്. പിന്നെ നമുക്കൊരു ഓട്ടം വന്നിട്ട് ഇങ്ങനെ ചൂടായിട്ടിരിക്കുമ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇവിടെ നിന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഒരു ഇത്
നല്ല ഒരു സുഖമല്ല. നോക്കി ഇതിൻ്റെ ഇടയിൽ നമുക്ക് എ സിക്കകത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രശ്നമാണ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് കഴിയുമ്പോൾ. അത് തീർച്ചയായിട്ടും പറഞ്ഞ ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു 1, 2, 3, 4 മരങ്ങളുണ്ട്. 4 മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിന് സ്ഥിരമായിട്ട് വെള്ളം കിട്ടുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു തണലുണ്ട്. ഓട്ടോ സുഹൃത്തുക്കൾക്കായാലും വിശ്രമിക്കാം, കാൽനടയായിട്ട് പോകുന്നവർക്ക് സുരക്ഷിതമായിട്ട് തന്നെ കടന്നു പോകാം. ആ ഒരു തണുപ്പും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്.